വെൽക്കം ടു ദ ക്ലാസ്. ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ എന്നുള്ള വീഡിയോ സീരീസിൽ നമ്മൾ ആർട്ടിക്കിൾ 20യെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആർട്ടിക്കിൾ 20 എന്താണ് പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 20 പറയുന്നത് ഒരാളെ കുറ്റം ആരോപിച്ചതിന് ശേഷം കൺവിക്ട് ചെയ്യുന്നത് വരെയുള്ള പ്രൊസീഡിങ്സിൽ ഭരണഘടനാപരമായ അവകാശങ്ങൾ, പ്രത്യേകിച്ച് മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനാണ് ഈ ആർട്ടിക്കിൾ 20 ശ്രമിക്കുന്നത്. അതെങ്ങനെയാണ് ഈ മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നത് നോക്കാം. അതായത് കുറ്റാരോപിതനായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്തു എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് എന്തൊക്കെ തരത്തിലുള്ള പ്രൊട്ടക്ഷനാണ് ഭരണഘടന കൊടുക്കുന്നത് നോക്കാം. ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള, അതായത് ആർട്ടിക്കിൾ 21 ക്ലോസ് 1 പറയുന്നത് ഒരു നിയമവും അല്ലെങ്കിൽ ഒരു ശിക്ഷാവിധിയും റിട്രോസ്പെക്റ്റീവായിട്ട് നടപ്പിലാക്കാൻ പാടില്ല. അതായത് ഇന്ന് ഒരു നിയമം പുതുതായിട്ട് പാസ്സാക്കി എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ ക്രിമിനൽ ലോ അമെന്റ്മെന്റ് ആക്ടുകൾ വന്ന് ക്രിമിനൽ ലോസ് മുഴുവൻ മാറി ഇന്ത്യയിലെ ജൂലൈ 1 2024 മുതൽ പുതിയ 3 നിയമങ്ങൾ വന്നു. പക്ഷേ കുറ്റങ്ങൾ ചെയ്ത സമയത്ത് ഇപ്പോ ഈ വർഷത്തിൽ തന്നെ ഫെബ്രുവരിയിലോ മാർച്ചിലോ ഒക്കെ കുറ്റം ചെയ്ത് ആളുകളെ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കുമ്പോൾ അവർ കുറ്റം ചെയ്ത സമയത്തുണ്ടായിരുന്ന നിയമമല്ല ഇന്ന് നിലവിലുള്ളത്. പക്ഷെ ഇവിടെ നിയമം പറയുന്നത് ഭരണഘടന പറയുന്നത് എന്താണ്? അവർ കുറ്റം ചെയ്യുന്ന സമയത്ത് ഏത് നിയമമാണോ നിലവിലുണ്ടായിരുന്നത് ആ നിയമത്തിനനുസരിച്ചാവണം അവരെ ശിക്ഷിക്കുന്നത്. അതിൽ കൂടുതൽ ചെയ്യാൻ പാടില്ല. അതായത് പുതിയൊരു നിയമം വന്നു എന്ന് കരുതി പുതിയ നിയമപ്രകാരം പണ്ടത്തെ കാലത്ത് കുറ്റം ചെയ്ത ആളുകളെ ശിക്ഷിക്കാൻ പാടില്ല. അതായത് ഒരു ക്രിമിനൽ നിയമവും റിട്രോസ്പെക്റ്റീവ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല. മുൻകാല പ്രാബല്യത്തോടുകൂടി ഒരു ക്രിമിനൽ നിയമവും അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നാണ് 21 പറയുന്നത്. ഇനി അതിന്റെ കൂടെ തന്നെ പറയുന്ന ഒരു കാര്യം, അതായത് ഇപ്പോ ശിക്ഷ കൊടുക്കുമ്പോഴും അത് പ്രധാനമാണ്. അതായത് ഇപ്പോ 2024 ഫെബ്രുവരിയിൽ കുറ്റമല്ലായിരുന്ന ഒന്ന് ഇന്ന് കുറ്റമായിരിക്കാം. പക്ഷേ 2020 ഫെബ്രുവരിയിൽ അയാൾ ചെയ്തത് കുറ്റമല്ലെങ്കിൽ അയാളെ ശിക്ഷിക്കാൻ സാധിക്കില്ല ഇന്നാണെങ്കിലും. ഓക്കെ, രണ്ടാമത് പറയുന്നത്, ഇനി അഥവാ അന്നും ഇന്നും കുറ്റമായിട്ടുള്ള ഒരു കാര്യമാണ് അയാൾ ചെയ്തത്, ഇന്നാണ് നമ്മൾ അയാളെ വിചാരണ നടത്തുന്നത്. വിചാരണ നടത്തുമ്പോൾ അയാൾക്ക് ശിക്ഷ കൊടുക്കുന്ന സമയത്തും അയാൾ ആ കുറ്റം ചെയ്ത സമയത്ത് ആ കുറ്റത്തിന് കിട്ടാവുന്ന പരമാവധി ശിക്ഷ മാത്രമേ കൊടുക്കാവൂ. ഇന്ന് നിയമം മാറുകയും നിയമപ്രകാരം കൂടുതൽ വലിയ ശിക്ഷ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ പോലും, അതായത് കാലം മാറി എന്ന് വിചാരിച്ചിട്ട് ശിക്ഷ കൂട്ടാൻ പറ്റില്ല. കുറ്റം എന്ന് ചെയ്തുവോ അന്ന് നിലവിലുള്ള നിയമം മാത്രമേ ഈ 2 കാര്യത്തിലും അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 22 പറയുന്നത് എന്താ? ഡബിൾ ജിയോപാഡി എന്ന് പറഞ്ഞാൽ എന്താ? ഒരാള് ഒരു കുറ്റം ചെയ്തു, അയാളെ കുറ്റം ആരോപിക്കപ്പെട്ടു, അയാൾക്ക് വിചാരണ നടത്തി ശിക്ഷ വിധിച്ചു എന്ന് വിചാരിക്കുക. അതേ കുറ്റത്തിന് രണ്ടാമത് ഒരിക്കൽ കൂടി അയാളെ വിചാരണ ചെയ്യാനോ അയാൾക്ക് ശിക്ഷ വിധിക്കാനോ പാടില്ല. ഒരു കുറ്റത്തിന് ഒരിക്കൽ മാത്രമേ അയാളെ വിചാരണ ചെയ്യാവൂ, ഒരിക്കൽ മാത്രമേ അയാൾക്ക് ശിക്ഷ കൊടുക്കാവൂ. ഇത് വളരെ ഗോൾഡൻ റൂളാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്. അതായത് 2 പ്രാവശ്യം ഒരു കുറ്റത്തിന് ഒരാളെ ശിക്ഷിക്കാൻ പാടില്ല. ഓക്കെ, ഇനിയോ മൂന്നാമത്തെ 23 പറയുന്നത് ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അയാൾക്കെതിരെ തെളിവ് കൊടുക്കാതിരിക്കാനുള്ള അവകാശം ഉണ്ട്. അതായത് അയാളിപ്പോ പറയുന്ന സമയത്ത് ആ പറയുന്ന കാര്യങ്ങൾ അയാൾക്കെതിരെ ഉപയോഗിക്കാം തെളിവായിട്ട്, അല്ലെ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളെയും ഫോഴ്സ് ചെയ്ത് അയാൾക്കെതിരായി തെളിവ് കൊടുക്കാൻ നിർബന്ധിക്കാൻ പാടില്ല. അങ്ങനെ തെളിവ് തരാതിരിക്കാനുള്ള അവകാശം, സെൽഫ് ഇൻക്രിമിനേറ്റിംഗ് ആയിട്ടുള്ള അവനവനെ തന്നെ കുഴിയിൽ ചാടിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ കൊടുക്കാതിരിക്കാനുള്ള ഒരു അവകാശം, മൗലിക അവകാശവും ഇന്ത്യയിലെ ഓരോ പൗരനും ഉണ്ട് എന്നാണ് ഈ ആർട്ടിക്കിൾ 23 പറയുന്നത്. ഇപ്പൊ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ അത് റൈറ്റ് ടു സൈലൻസ് എന്നാ പറയുക. അതായത് എനിക്ക് മിണ്ടാതിരിക്കാനുള്ള അവകാശമുണ്ട്, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയണമെന്നില്ല. അത് തന്നെയാണ് അതിന്റെ വേറൊരു രൂപത്തിൽ ആർട്ടിക്കിൾ 23 പറയുന്നത്. നിങ്ങൾക്കെതിരെ തെളിവ് നൽകാതിരിക്കാനുള്ള അവകാശം ഉണ്ട്. ഓക്കെ, ആർട്ടിക്കിൾ 20 എന്ന് പറയുന്ന ഈ ആർട്ടിക്കിളിൽ ഈ 3 കാര്യങ്ങളേ ഉള്ളൂ പ്രധാനമായിട്ട്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസ് ലോസ് ആണ്. ഓക്കെ, കേദാർനാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബംഗാൾ 1950s വന്നിട്ടുള്ള കേസാണ്. അതിലാണ് ഈ റൂൾ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതായത് നിയമം മാറിയാലും മാറിയ നിയമത്തിനനുസരിച്ച് ഒരാളെ ശിക്ഷിക്കാൻ പാടില്ല, മറിച്ച് അയാൾ ആ കുറ്റം ചെയ്ത സമയത്ത് ഏത് നിയമമാണോ ഉണ്ടായിരുന്നത് ആ നിയമത്തിനനുസരിച്ച് മാത്രമേ ശിക്ഷ കൊടുക്കാവൂ എന്ന് കേദാർനാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബംഗാൾ എന്ന കേസിലാണ് ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ, ഇനി മോഹൻലാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ എന്ന് പറഞ്ഞത് എന്താ അറിയോ?
അത് ഈ ആർട്ടിക്കിളിനെ ഒന്നുകൂടി അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്തു പറഞ്ഞു. അതായത് ഒരു കുറ്റം ചെയ്യുന്ന സമയത്ത് നിലവിലുള്ള നിയമം അനുസരിച്ച് അയാൾക്ക് ശിക്ഷ കൊടുക്കാൻ പാടുള്ളൂ. എന്നാൽ മാറിയ നിയമം അനുസരിച്ചുള്ള വിചാരണയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രൊസീജിയറുകളോ നടത്തുന്നതിൽ വിരോധമില്ല. അതായത് ഒരു പ്രതിയെ കോടതിക്ക് മുമ്പ് ഹാജരാക്കുമ്പോൾ അതിനുശേഷം സ്വീകരിക്കേണ്ട പ്രൊസീജിയറുകൾ നിയമം വന്നിട്ട് മാറിയിട്ടുണ്ടാവാം. അപ്പൊ ആ പ്രൊസീജിയറുകൾ പുതിയത് സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ശിക്ഷ ഒരിക്കലും പുതിയ ശിക്ഷ കൊടുക്കാൻ പാടില്ല. ഇതിന് മുമ്പ് എന്താണോ ശിക്ഷ ഉണ്ടായിരുന്നത് അത് മാത്രമേ കൊടുക്കാവൂ എന്നാണ് മോഹൻലാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാനിൽ പറഞ്ഞത്. ഓക്കെ, ഇനി അതിനെയും കുറെ കൂടി എക്സ്പ്ലെയിൻ ചെയ്തു മാരൂറാം വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള കേസിൽ 1980. ഇവിടെ പറഞ്ഞത് എന്താണെന്നറിയോ? ഇവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞത് ശിക്ഷാവിധിയെ കുറിച്ചാണ്. അതായത് ഒരാൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിന് മാക്സിമം എത്ര ശിക്ഷ കിട്ടാം ആ ചെയ്യുന്ന സമയത്ത് അതിൽ കൂടുതൽ ഒരിക്കലും എത്ര വർഷം കഴിഞ്ഞിട്ട് വിചാരണ നടത്തിയാലും അയാൾക്ക് കൊടുക്കാൻ പാടില്ല. ക്രിമിനൽ നിയമങ്ങൾ ആകപ്പാടെ മാറിയാൽ പോലും എന്ന് വളരെ വ്യക്തമായിട്ട് മാരൂറാം വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള കേസിൽ 1980 സുപ്രീം കോടതി പറയുണ്ടായി. ഓക്കെ, എന്നാൽ അതിനുശേഷം വന്നിട്ടുള്ള രത്തൻലാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്തു പറഞ്ഞു, ഈ ശിക്ഷ കൂടുതലാവുകയാണെങ്കിൽ, അതായത് ഇയാൾ കുറ്റം ചെയ്യുന്ന സമയത്ത് 2 വർഷത്തെ തടവാണ് ശിക്ഷ, ഇന്നത്തെ നിയമപ്രകാരം അയാൾക്ക് 4 വർഷത്തെ തടവ് വരെ ഈ കുറ്റത്തിന് ശിക്ഷ കിട്ടാം. പക്ഷേ അയാളെ 2 വർഷം തടവ് പരമാവധി മാത്രമേ ശിക്ഷിക്കാനുള്ള അവകാശമുള്ളൂ. കാരണം അയാൾ ആ കുറ്റം ചെയ്യുന്ന സമയത്ത് അത്രയേ ശിക്ഷയുള്ളൂ. ഓക്കെ, ഇതാണ് മാരൂറാം വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിൽ പറഞ്ഞത്. എന്നാൽ രത്തൻലാൽ പറയുന്നത് മറിച്ചാണെങ്കിലോ, അയാൾ ആ തെറ്റ് ചെയ്യുന്ന സമയത്ത് 5 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റമായിരുന്നു അത്. കാലം മാറിയത് കൊണ്ട് ഇന്ന് നിയമങ്ങൾ മാറി. ഇന്നത്തെ നിയമപ്രകാരം അയാൾക്ക് പരമാവധി 2 വർഷമേ ശിക്ഷ കിട്ടാൻ സാധ്യതയുള്ളൂ എങ്കിൽ അത്തരം കേസുകളിൽ പുതിയ നിയമമാണ് പരിഗണിക്കേണ്ടത്. അതായത് 5 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റത്തിൽ നിന്ന് ഇന്നത് കുറെ കൂടി കുറവ് ശിക്ഷ കിട്ടുന്ന ഒരു കുറ്റമായി മാറിയിട്ടുണ്ടെങ്കിൽ ഈ കുറവ് നമ്മൾ പ്രതിക്ക് അതിന്റെ സൗജന്യം കൊടുക്കുകയും വേണം. അതായത് കൂടുതലുണ്ടെങ്കിൽ പഴയ നിയമം മാത്രമേ അനുസരിക്കാവൂ, കുറവാണെങ്കിൽ പുതിയ നിയമപ്രകാരവും അത് ട്രൈ ചെയ്ത് ശിക്ഷ വിധിക്കാം എന്നാണ് രത്തൻലാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് പറഞ്ഞത്. അപ്പൊ ഇതാണ് ഇപ്പോ ഈ ഇന്ത്യയിൽ ഒരു കുറ്റാരോപിതനായി അറസ്റ്റ് ചെയ്ത് ശിക്ഷ വിധിക്കപ്പെടുന്നത് വരെയുള്ള ഒരു പൗരന്റെ മൗലികാവകാശം. അത് ആ 3 മൗലികാവകാശങ്ങളും ആർട്ടിക്കിൾ 20, 1, 2, 3 എന്നീ ക്ലോസസിലാണ് ഉള്ളത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ട്, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ please make use of my comment box. I'm really happy to help.